യുവതലമുറയുമായി അടുക്കാൻ തീരുമാനിച്ച് ബിജെപിയും കേന്ദ്ര മന്ത്രിസഭയും സർവകലാശാലകൾ സന്ദർശിച്ച് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ തേടണമെന്ന് പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള വിജയവും പ്രാദേശിക തലങ്ങളിൽ ബിജെപി കൈവരിച്ച നേട്ടവും കരുത്താകും എന്ന പ്രതീക്ഷയിലായിരുന്നു നേതാക്കൾ. എന്നാൽ ജന്തർ മന്ദിർ സമരവും ബീഹാറിൽ പ്രശാന്ത് കിഷോറിനുണ്ടായ വിജയവും ബിജെപിക്ക് തലവേദനയായി മാറുകയാണ്. സിജെപിയെ അടിച്ചമർത്തി മുന്നോട്ടു പോകാം എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ സമരം ഓരോ ദിവസവും ശക്തിപ്പെട്ടതും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതും ബിജെപിക്ക് തിരിച്ചടിയായി എന്നാണ് നേതാക്കൾ പറയുന്നത്. മാത്രവുമല്ല, അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയായ സ്കൂളുകളിലേക്ക് സിജെപിയുടെ അടവ് മാറ്റിയതോടെ ബിജെപിയും മാറി ചിന്തിക്കുകയാണ്. സർവകലാശാലകളിൽ കേന്ദ്രമന്ത്രിമാർ പോയി വിദ്യാർത്ഥികളോട് വിവരങ്ങൾ തിരക്കണം എന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. യുവജനങ്ങളെ കൂടുതൽ അടുപ്പിച്ചില്ല എങ്കിൽ യുപിയിലും പഞ്ചാബിലുമൊക്കെ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് നേതാക്കൾ തന്നെ സൂചന നൽകുന്നത്. ജെൻസി സമരങ്ങളിലെ വില കുറച്ച് കാണരുതെന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. സിജെപി സമരത്തിന്റെ ചുവട് പിടിച്ച കോൺഗ്രസും പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നീക്കം തുടങ്ങിയതോടെയാണ് യുവാക്കളിലേക്ക് കൂടുതൽ അടുക്കാൻ ബിജെപി തയ്യാറെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിവസം യുവാക്കൾക്ക് അനുകൂലമായ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, സർവകലാശാലകൾ സന്ദർശിക്കുന്ന മന്ത്രിമാർ യുവാക്കൾക്ക് പറയാനുള്ളത് കേൾക്കുന്നതിനൊപ്പം തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഉടൻ തെരഞ്ഞെടുപ്പ് എത്തുന്നത് ഉത്തർപ്രദേശിലാണ്. അവിടെ പരാജയമുണ്ടായാൽ അടിതെറ്റുമെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിയാം. പശ്ചിമബംഗാളിൽ ബിജെപി ഭരണം പിടിച്ചെത്തെങ്കിലും പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷമെന്ന ബിജെപി സ്വപ്നം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.